യുക്രൈനിൽ വീണ്ടും റഷ്യൻ മിസൈൽ ആക്രമണം. ആക്രമണത്തിൽ 9 കുട്ടികൾ ഉൾപ്പെടെ 18 പേർ കൊല്ലപ്പെട്ടു. ആക്രമണത്തിൽ വൻ നാശനഷ്ടങ്ങളും ഉണ്ടായതായി യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി സ്ഥിരീകരിച്ചു. മധ്യ യുക്രൈൻ നഗരമായ ക്രിവ്യറിയയിലാണ് ആക്രമണം നടന്നത്. യുക്രൈൻ പ്രസിഡന്റ് വൊളോഡിമിർ സെലൻസ്കിയുടെ ജന്മനഗരമാണിത്. മിസൈൽ ആക്രമണത്തിൽ 9 കുട്ടികൾ ഉൾപ്പെടെ 18 പേർ കൊല്ലപ്പെട്ടതായി സെലൻസ്കി അറിയിച്ചു. 61 പേർക്ക് പരിക്കേറ്റതായാണ് പ്രാദേശിക ഭരണകൂടം നൽകുന്ന വിവരം. കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു ആക്രമണം. കുട്ടികളുടെ കളിസ്ഥലത്തിന് സമീപമുള്ള ജനവാസ മേഖലയിലാണ് മിസൈൽ പതിച്ചത്. നഗരത്തിലെ റെസ്റ്റോറന്റിൽ ഉയർന്ന സ്ഫോടനശേഷിയുള്ള മിസൈൽ ഉപയോഗിച്ച് കൃത്യതയുള്ള ആക്രമണം നടത്തിയതായി റഷ്യൻ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. വ്യോമ പ്രതിരോധ യൂണിറ്റുകൾ ഒറ്റ രാത്രി കൊണ്ട് 49 യുക്രൈൻ ഡ്രോണുകൾ നശിപ്പിച്ചതായും മന്ത്രാലയം കൂട്ടിച്ചേർത്തു. ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിൽ നിരവധി നാശനഷ്ടങ്ങളാണ് ഉണ്ടായത്. വെടിനിർത്തൽ ചർച്ചകൾ ആരംഭിച്ചതിനു ശേഷമുള്ള അതിശക്തമായ റഷ്യൻ ആക്രമണമാണ് യുക്രൈനിൽ ഇപ്പോൾ നടന്നത്. എന്നാൽ വൈദ്യുത ഉൽപാദന കേന്ദ്രങ്ങളെ റഷ്യ ആക്രമിച്ചില്ല. 2022 ഫെബ്രുവരിയിൽ ആരംഭിച്ച പൂർണ്ണതോതിലുള്ള സൈനിക നടപടി അവസാനിപ്പിക്കാൻ റഷ്യയ്ക്ക് താൽപ്പര്യമില്ലെന്ന് ക്രൈവിയറിന് നേരെയുള്ള മിസൈൽ ആക്രമണം തെളിയിക്കുന്നുവെന്ന് സെലൻസ്കി പറഞ്ഞു. റഷ്യ വെടിനിർത്തൽ ആഗ്രഹിക്കുന്നില്ലെന്നും അദ്ദേഹം ആരോപിച്ചു. റഷ്യൻ മിസൈൽ ആക്രമണം പതിവായി നടക്കുന്ന മേഖലയാണ് ക്രൈവിയറിക്. ഇസ്കാണ്ടർ മിസൈൽ ഉപയോഗിച്ചാണ് ക്രൈവിയറിക്കിൽ റഷ്യ ആക്രമണം നടത്തിയതെന്ന് യുക്രൈൻ ഉദ്യോഗസ്ഥർ പറയുന്നു. വെടിനിർത്തൽ ധാരണ അംഗീകരിച്ചില്ലെങ്കിൽ കടുത്ത നടപടിയുണ്ടാകുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. അധിക താരിഫ് ചുമത്തും എന്ന മുന്നറിയിപ്പ് പോലും റഷ്യയ്ക്ക് നൽകിയിരുന്നു. എന്നാൽ യൂറോപ്യൻ യൂണിയൻ ഉൾപ്പെടെയുള്ള രാഷ്ട്രങ്ങളും അമേരിക്കയും റഷ്യൻ ആക്രമണങ്ങളോട് പ്രതികരിച്ചിട്ടില്ല.